കാറ്റടിച്ചു എന്ന് അതാ പറഞ്ഞത്. കാറ്റടിക്കാനും സാധ്യതയുണ്ട്, അടിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നല്ല റസൂൽ പറഞ്ഞത്. കാരണം ഇലാഹിയായ നിലക്ക് ആ കാറ്റിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട രേഖ ഉണ്ട് ലൗഹിൽ മഹ്ഫൂദിലോ. ആ രേഖയിലേക്ക് നോക്കിയിട്ടാണ് അവർ പറയുന്നത്. മൊയ്തീൻ ശൈഖ് തങ്ങൾ പറഞ്ഞ പോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ എന്താ വഴി തെറ്റ്. അവരെ കൈവശം ഇസ്തിഖാമത്താവുന്ന വിശുദ്ധമാവുന്നതായ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ വികസിപ്പിച്ചെടുത്തതായ ഒരു മാധ്യമം അദ്ദേഹത്തിൻ്റെ കൈവശത്തിലുണ്ട്. ആ മാധ്യമം ഉപയോഗിച്ചാണ് പറയണത് ഹൃദയത്തിനുള്ളത് കാണാൻ കഴിയും. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് കാണാൻ ആവശ്യമാവുന്ന അതിന് ഉപയോഗിക്കേണ്ടതായ ഒരു മാധ്യമം എൻ്റെ കൈവശമുണ്ട്. ആ മാധ്യമം ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് കാണാൻ കഴിയുന്നതാണ്. എപ്പോഴും ഇങ്ങനെ നമ്മളെ ഹൃദയത്തിലേക്ക് വെളുക്കടിച്ച് നോക്കല്ലേ പണി. അത് കണ്ടില്ലേ, അവരെ കണ്ടതെപ്പോഴും ലൗഹിലോ എന്തോ എന്ന് പറഞ്ഞു. കാരണം മുരീദന്മാരുടെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ ഒരു ലൗഹ ഉണ്ടാവും. നമ്മളൊക്കെ ശരീരത്തിൽ സമയത്തും ആ ലൗഹ് യഥാർത്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള എന്നുള്ള ഒരു സ്കെച്ചായിട്ട് ഒരു പകർപ്പായിരിക്കും. ഓരോരുത്തരെ പറ്റിയുള്ള വേറൊരു ലൗഹുൽ മഹ്ഫൂദിലുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു പകർപ്പ് ഒരാളെ ശരീരത്തിലുണ്ടാവും. ആ ശരീരത്തിൽ നോക്കിയിട്ട് മഹാന്മാർക്ക് പറയാൻ കഴിയും അതായി എനിക്കിന്ന സമയത്തിൻ്റെ സംഭവിക്കുന്നു. ഒരു അവരെ പണിയെന്നല്ല പറയണത്, പറയേണ്ടി വന്നാൽ അതിന് ഉപയോഗിക്കേണ്ടതായ മാധ്യമം അവരെ കൈവശമുണ്ട്. സുബ്ഹാനഹു വ തആല ലൗഹിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ആ വിവരങ്ങൾ കൃത്യമായി അറിയുവാനും പറയാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു മാധ്യമം ഈ മഹാന്മാരുടെ കയ്യിലുണ്ട്. അവരത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ ഇന്ത്യ റോക്കറ്റ് വികസിപ്പിച്ചു, ഇറാൻ മിസൈൽ വികസിപ്പിച്ചു എന്നൊക്കെ പറയുന്ന മാതിരി ഈ മഹാന്മാരായ ആളുകൾ ചില ഉപകരണങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെയാണ് അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നതാവട്ടെ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ള ആരും തന്നെ ഒരു മറഞ്ഞ കാര്യങ്ങളും അറിയുകയില്ല അല്ലാഹു അല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഈ മുസ്ലിയാക്കന്മാർ പറയുന്നു അല്ല, അതൊക്കെ അള്ളാഹ് ലൗഹിൽ വെച്ചിട്ടുണ്ട്. ആ ലൗഹിലേക്ക് ഇവിടെ നിന്നിങ്ങനെ നോക്കി ആ സ്കെച്ച് പകർത്തി അത് വേറൊരാളിലേക്ക് നോക്കി അയാളെ ശരീരത്തിലുള്ള സ്കെച്ച് നോക്കി പറയാൻ മഹാന്മാർക്ക് കഴിയും. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ഉപകരണം ഒരു സാധനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സമസ്തക്കാർ ഈ വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ എന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസം ഒരു മുസ്ലിം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും കഴിഞ്ഞാൽ പിന്നെ ഈ ജാറത്തിലേക്ക് ആള് വരൂ. മമ്പറം തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയൂല, മമ്പറം തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ പറയാൻ കഴിയില്ല, നമ്മളെ വേദനകളും പ്രശ്നങ്ങളും ഒന്നും അറിയാനുള്ള കഴിവ് മമ്പറം തങ്ങൾക്കില്ല എന്ന് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞാൽ പിന്നെ ഈ ജാറത്തിലേക്ക് ആള് വരുമോ? വരില്ല. എല്ലാ ജാറങ്ങളും വളരുന്നതും വികസിക്കുന്നതും ഈ ഒരു പിഴച്ച വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തോട് ഈ മുസ്ലിയാക്കന്മാർക്ക് ഇത്ര വലിയ വിരോധമുണ്ടായത്. ആ വിരോധം എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞതുപോലെ ഈ ആയത്ത് ഖുർആനിൽ ഉണ്ട് എന്നതുകൊണ്ട്, ഈ ആയത്ത് ഈ ആശയം പറയുന്ന ആയത്തുകൾ ഖുർആനിൽ ഉണ്ട് എന്നതുകൊണ്ട് ആ ഖുർആൻ വരെ മലയാളത്തിൽ പറയാൻ പാടില്ല, പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, അതിന്റെ അർത്ഥം പറയാൻ പാടില്ല എന്നായിരുന്നു സമസ്തക്കാരുടെ വിശ്വാസം. 1981 ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങിയ സുന്നി വോയിസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഈ സുന്നി വോയിസിൽ അള്ളാഹു വിവരമില്ലാത്തവനോ എന്ന് ചോദിച്ചുകൊണ്ട് EK അബൂബക്കർ മുസ്ലിയാർ ലേഖനം എഴുതുകയാണ്. എന്തിനാണ് ഈ ലേഖനങ്ങൾ എഴുതിയതെന്നറിയുമോ? അക്കാലത്തെ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണെന്ന് പറയാൻ, അയാൾ അഹ്ലുസുന്നയിൽ പെട്ടയാളല്ല എന്നു പറയാനാണ് EK ഈ ലേഖനങ്ങൾ എഴുതിയത്. ഈ ലേഖനത്തിൽ EK പറയുന്നത് കാണാം, സുന്നി മൂടുപടം ധരിച്ചുകൊണ്ട് മലയാള ഖുർആൻകാരൻ പറയുന്നത് കാണുക, മറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു വെളിപ്പെടുത്തി തരിക എന്നതും ഉണ്ടാവില്ല.
KVയുടെ ഖുർആൻ 301 പേജ്. സുന്നത്ത് ജമാഅത്തിന്റെ അടിവേര് മുറിച്ചു കളയുന്ന ഒരു വാചകമാണ് ഇതെന്ന് ഓർത്തുകൊള്ളേണ്ടതാണ്. ഏത് സുന്നത്ത് ജമാഅത്ത്? ജാറങ്ങൾ കെട്ടി ഉയർത്തി അവിടെ നേർച്ച നടത്തി ഉറൂസ് നടത്തി ഈ മഹാന്മാരൊക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് സമുദായത്തെ വിശ്വസിപ്പിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന ഈ ജമാഅത്തുണ്ടല്ലോ, അതിന് സുന്നത്തുമായി ബന്ധമില്ല, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. അതിനെക്കുറിച്ചാണ് ഈക്ക പറയുന്നത്. അതിന്റെ അടിവേര് മുറിച്ചു കളയുന്ന ഒരു വാചകമാണ് ഇതെന്ന് ഓർത്തുകൊള്ളേണ്ടതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും അള്ളാഹു പലവിധ ഗൈബിയായ അറിവുകളും നൽകുന്നുണ്ട്. അതിനാൽ വരാൻ പോകുന്ന പലതിനെ പറ്റിയും അവർ മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ പ്രവചിക്കാൻ ഈ മഹാന്മാർക്ക് കഴിയും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതെങ്ങനെയാ? അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടാണോ? അല്ല. നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടാണ് എന്നാണ്. അല്ല. പിന്നെയോ ഒരു സംവിധാനം അവർ വികസിപ്പിച്ചെടുത്തതാണ്. നേരത്തെ കേട്ട മുസ്ലിയാർ ഒന്നുകൂടി അത് വിശദീകരിക്കുന്നത് കേട്ടോളൂ. എടുത്താൽ അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമാകുന്ന ഒരു പ്രകാശം ഉണ്ടാവും. ആ പ്രകാശം ഉപയോഗിച്ചു കൊണ്ടിട്ട് അവനക്ക് ജമീഉൽ മഅലൂമാത്ത്, എല്ലാ അറിവുകളെയും അവനക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ അറിവും മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹ് അറിയണോ അറിയാമെന്നല്ല അവിടെ വിഷയം കേൾക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹ് അറിയണ പോലെയല്ല ഇവരറിയണത്. അറിയിച്ചു കൊടുത്തിട്ട് അറിയാവുന്നത്. അത് നമ്മളൊക്കെ അറിയിച്ചു തന്നിട്ട് തന്നെ അറിയണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൈവശം ഈമാനെ പ്രകാശിപ്പിച്ചെടുത്ത് ഈമാനാവുന്ന ആ ടെക്നോളജിയെ വളർത്തിയെടുക്കുക. ആ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ കണ്ണ് കൊണ്ടിട്ട് ഈ കാണുന്ന മറകളൊന്നും അവർക്ക് മറയാവില്ല. അതിൻ്റെ അപ്പുറത്തുള്ളത് കാണാൻ കഴിയും. അവർക്ക് സംസാരിക്കാൻ കഴിയും. ലോകത്ത് എത്ര ദൂരത്ത് രണ്ട് നിലക്കല്ല ആദനബിന്റെ മക്കൾ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയത്. ആദനബിയുടെ മക്കൾ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തി. അള്ളാഹ് അറിയിക്കലല്ല. അതിപ്പോ നമ്മൾ അറിയുന്നതൊക്കെ അള്ളാഹ് അറിയിച്ചു തന്നിട്ട് തന്നെയാണ്. അള്ളാഹ് അറിയാനുള്ള കഴിവ് തന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ ഈ മഹാന്മാർ അറിയുന്നതോ അതങ്ങനെയല്ല. പിന്നെയോ അവരൊരു ടെക്നോളജി വികസിപ്പിച്ചെടുക്കുകയാണ്. ഈമാൻ പ്രകാശിപ്പിച്ചാൽ ജമീഉൽ മാലൂമാത്ത്, ഈ ലോകത്തുള്ള എല്ലാ വിവരങ്ങളും അറിയുന്ന ഒരു ടെക്നോളജി അവർ വികസിപ്പിച്ചെടുക്കുന്നു എന്നാണ്. ഇത് ദുൽഹിജ്ജ മാസത്തിലേക്ക് എത്താൻ പോകുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് 17-ാം തീയതി 40 മിനിറ്റിലധികം ചക്രവാളത്തിൽ ചന്ദ്രനുണ്ട്. അന്ന് ഹിലാൽ കാണുകയാണെങ്കിൽ 18-ാം തീയതി ദുൽഹിജ്ജ 1 അന്ന് മുതൽ ഈ നാട്ടിലെ മുസ്ലിംമാരെല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വയല് പറയും. ഇബ്രാഹിം നബിക്ക് ഈമാൻ ഉണ്ടായിരുന്നില്ലേ? ഇബ്രാഹിം നബി ഈ ടെക്നോളജി വികസിപ്പിച്ചിരുന്നില്ലേ? ഒറ്റ കാര്യം, ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് കുറെ ചെറുപ്പക്കാര് കടന്നു വരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്ത ഈ ഭക്ഷണം വന്ന ആളുകൾ തിന്നാതിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഭയമുണ്ടാകുന്നു. വന്നവർ പറയുന്നു, പേടിക്കണ്ട ഇബ്രാഹിം, ഞങ്ങൾ ലൂത്തിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുന്ന ആ മലക്കുകളാണ്, അള്ളാഹ് അയച്ചതാണ്, കൂട്ടത്തിൽ നിങ്ങളെ ഭാര്യ പ്രസവിക്കുന്നുള്ള വിവരം പറയാൻ വേണ്ടി വന്നതാണ്. ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? അല്ല മലക്കുകളെ, നിങ്ങൾക്ക് നമ്മളെ കുറിച്ചൊന്നും അറിയില്ലേ? ഞങ്ങളെ ഈമാൻ പ്രകാശം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജിയെ കുറിച്ച് അള്ളാഹ് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ? ആ ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങൾ മലക്കുകളാണെന്നും നിങ്ങൾ വന്നത് ഇന്ന ആവശ്യത്തിനാണെന്നും എന്റെ ഭാര്യ പ്രസവിക്കുമെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ അറിയാനുള്ള കഴിവിൻ്റെ അടുത്തുണ്ട്. അള്ളാഹ് തന്നതല്ല, പിന്നെ ഞാൻ വികസിപ്പിച്ചെടുത്ത ഒരു ടെക്നോളജിയിലൂടെ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മൂരിക്കുട്ടീനെ അർത്ഥം എന്തിനാണെന്നറിയോ? അത് നിങ്ങൾ തിന്നുവോ ഇല്ലയോ നോക്കാനാണ്. നിങ്ങൾ മനുഷ്യന്മാരെ കൊലത്തിലാണല്ലോ വരുന്നത്. പറഞ്ഞോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇനിയും ഈ വിശ്വാസമാണ്, ഈ മുസ്ലിയാർ പറഞ്ഞ വിശ്വാസമാണ് പ്രിയപ്പെട്ട സമസ്തക്കാരെ നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ബലിപെരുന്നാളിന് ധരിക്കാൻ വെച്ച വസ്ത്രം മറ്റാർക്കെങ്കിലും കൊടുക്കുക. കാരണം ഈ വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നവന് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ കഴിയില്ല. ബലിപെരുന്നാളിന് എന്താ പറയാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗം അല്ലേ? എന്താ ത്യാഗം? സ്വന്തം മകനെ ബലിയെറുക്കാൻ തയ്യാറായ ത്യാഗം. ഈമാനിന്റെ പ്രകാശം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഇബ്രാഹിം നബി ഉപയോഗിച്ചാൽ ഇബ്രാഹിം നബിക്ക് അറിയാം എന്ത്? ഇസ്മായിലിനെ ഇറക്കേണ്ടി വരൂല. പിന്നെ അപ്പൊ അള്ളാഹ് ആടിനെ ഇറക്കി തരും, അതിനെ അർത്ഥം മതി എന്ന് ഇബ്രാഹിം നബിക്ക് ആദ്യം തന്നെ അറിയില്ലേ? ഈ ടെക്നോളജി ഇബ്രാഹിം നബിയുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ എന്ത് ത്യാഗമുള്ളത്? നമ്മൾ അറക്കൂലേ? ഉറപ്പാണ്. പടച്ചോൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇത്. ആ സമയത്ത് അള്ളാഹ് പറയൂ അറക്കണ്ട, ആടിനെ അർത്ഥം മതി എന്നാണെങ്കിൽ എനിക്ക് 3 മക്കളുണ്ട്, 3നെ ഞാൻ അറക്കും. ഇബ്രാഹിം നബി 1 അറക്കാൻ തയ്യാറായത്. എന്താ നമ്മൾ അറക്കാത്തത്? പടച്ചോന്റെ അടുത്താണ് എന്ന് ഉറപ്പില്ലാത്തോണ്ടാണ്. ഈ രൂപത്തിൽ പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട്, നബിമാരുടെ നുബൂവത്തിനെയും മുഅ്ജിസത്തിനെയും മുഴുവൻ നിഷേധിച്ചുകൊണ്ട് മതത്തിന്റെ മേൽ ഈ പുരോഹിതന്മാർ കൈവച്ചിരിക്കുന്നു.